എല്ലാവരും സൂപ്പറായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കരധികം ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് തന്നെ പാലക്കാടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് മുമ്പ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് പിൻട്രസ്റ്റിനും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു മോഡൽ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എൻ്റെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുമ്പ് കുറേ വീഡിയോസ് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ തലേന്നത്തുള്ള പരിപാടിയൊക്കെ രാവിലെ ആയപ്പോൾ ഞങ്ങളിത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കബോർഡ്സ് കട്ട് ചെയ്ത് ഞങ്ങൾ 1 എന്ന രീതിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ ഫോട്ടോസ് ഞങ്ങൾ ഒട്ടിക്കുന്നതായിരുന്നു മെയിൻ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. ഈ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫ്ലവേഴ്സ് കുറച്ച് ദിവസം മുമ്പ് വരെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാനുള്ള ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ആയപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ബലൂൺസൊക്കെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ റോള് പോലെ ആക്കി ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പൈപ്പാണ് കേട്ടോ നമ്മളിത് വളച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടനെ പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെ മുമ്പേ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇത് ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങൾ. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് ബലൂൺസിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മാക്സിമം അടിപൊളിയാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ടെഡിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വെച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര അധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഏട്ടന്മാരുൾപ്പെടെ ഇതിനു വേണ്ടി ഹെൽപ്പാക്കാനുണ്ട് കേട്ടോ. പന്തലിട്ടു എന്നതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് കുറേ മിഠായിസും കാര്യങ്ങളുണ്ടാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാനുള്ള സമയം കാര്യങ്ങളായപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കേക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പേര് വരുന്നത് നിയോമി ആൻഡ് നയോമി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായിയൊക്കെ. അതുപോലെ കുറേ ടൈപ്പ് ഓഫ് കേക്ക് കാര്യങ്ങൾ വേറെ സെപ്പറേറ്റ് ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. അവൾ ഇതിലും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് കേട്ടോ. മൈലാഞ്ചി കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ വിട്ടുപോയി. ഞങ്ങൾ തലേ ദിവസം മുതലേ ഇങ്ങനെ കുറേ ഈ കല്യാണം വരുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതേപോലെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൈ നിറച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കേക്ക് മുറിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇപ്പുറത്തൊക്കെ നിൽക്കുന്നത് അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. ഒരാൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താവും സ്ഥിതി എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഒരുപാട് പേരൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുകൾ ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. അത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ കുഞ്ഞുങ്ങളുടെ വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത 2ാമത്തെ കേക്ക് മുറിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ കേക്കാണ് ഇനിയിപ്പോൾ മുറിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നിധിൻ്റെ കൈ ചെറുതായിട്ട് കേക്കിൽ മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ അമ്മ ഓടി വന്നിട്ട് കൈയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തത്. അങ്ങനെ 2ാമത്തെ കേക്ക് നമ്മൾ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനും അമ്മയും അത് വീണ്ടും വായിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കേക്കൊന്നും അധികം കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല. കേക്ക് എന്നല്ല, മധുരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം കുട്ടികൾക്ക് തന്നെ കൊടുക്കാറില്ല. ഇപ്പോൾ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുട്ടികൾക്ക് ഇതിങ്ങനെ കൊടുക്കുന്നത് തന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ചെറുതായിട്ട് ജസ്റ്റ് വായിലൊക്കെ വെച്ച് കൊടുത്തു. ഞാനാണെങ്കിൽ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്നതും അതേപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്നെ ഇൻവോൾവ് ആക്കി എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ. നിധിൻ്റെ വായിൽ അത്യാവശ്യം പല്ലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ചുട്ടിക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം അവൾ ചെറുതായിട്ട് കടിക്കുകയും ചെയ്യും. അത് അവൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ക്യാമറ ഞാനതേ അമ്മൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനതേ കുഞ്ഞുങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടാണ്. നിവി എൻ്റെ കയ്യിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ നിധി അങ്ങനെ കേക്കൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. ആൾക്കാണെങ്കിൽ ചുടുമ്പൊക്കെ എടുത്തിട്ട് ഒരു സമാധാനം ഇല്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചൂട്ടിൻ്റെ അമ്മയാണ് ഇതിപ്പോൾ വായിലിങ്ങനെ കേക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്.
അനിയത്തിയാണെങ്കിൽ ഓരോ ചോക്ലേറ്റൊക്കെ കാണിച്ചിട്ട് മൈൻഡൊക്കെ ഡൈവേർട്ട് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു മിഠായി ഞാൻ ഓക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് നമ്മുടെ കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയും മേടിച്ചിട്ടുണ്ടായിരുന്നു 2 പേർക്കും ഒരു കുഞ്ഞു കമ്മൽ. ജിമിക്ക് കമ്മലാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലും അവർക്ക് യൂസ് ആക്കാൻ പാകത്തിനുള്ള 2 ജിമിക്ക് കമ്മലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനിടയിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി പ്ലേറ്റിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ്സ് എല്ലാവർക്കും കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ സൈഡിൽ നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കോപ്പിറൈറ്റ് വയലൻസ് അങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം അങ്ങോട്ട് മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. വന്നവരൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നാലും എൻ്റെ മനസ്സിനുള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അഞ്ജുവിൻ്റെ ഗിഫ്റ്റ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. കാരണം അഞ്ജുവിൻ്റെ സ്പെഷ്യലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി കേട്ടോ. ഗിഫ്റ്റിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ അഞ്ജുവിൻ്റെ ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത്. അതിനകത്ത് കുറേ ചോക്ലേറ്റ്സും അതേപോലെ തന്നെ മിനി ഫോർട്രേറ്റും പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ ടെഡീസ് ഉണ്ടായിരുന്നു. അത് ലൈറ്റിങ്ങൊക്കെ ഉള്ള ടെഡി ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യൂട്ട് ഗിഫ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ഞാനാണ് കേട്ടോ ഓപ്പൺ ആക്കിയിരുന്നത്. പിന്നെ കുറേ പേര് ഇങ്ങനെ കുറേ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ അനിയനാണ് കേട്ടോ. അനിയനും അനിയൻ്റെ വൈഫാണ്. അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഭയങ്കര അധികം സന്തോഷമായിട്ടോ. എനിക്കെന്തിനാ ഇത്ര തോന്നെ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതും കാണുന്നതും ഇങ്ങനെ എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ എനിക്ക് കൊടുക്കുന്നതും കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ മുതൽ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കേക്ക് തിന്ന് വയറ് നിറക്കാം എന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഐസ്ക്രീംകാരൻ വന്നപ്പോൾ ഏട്ടന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ഒക്കെയാണ്, സലാഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.